ഹായ് ഹലോ വെൽക്കം ബാക്ക്. ബി പോസിറ്റീവ് വിത്ത് ശൈലു എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ചക്ക ഉലർത്തി എടുക്കാം. അപ്പോൾ നന്നാക്കിയ ചക്ക ഒരു കുക്കറിലിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് സ്വല്പം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുക്കുക. നന്നായിട്ട് വെന്ത് കുഴയണം എന്നുള്ളവർ ഒന്നോ രണ്ടോ വിസിലടിക്കാം. ഞാൻ ഒറ്റ വിസിലടിക്കുമ്പോൾ വാങ്ങി വെച്ചിട്ട് അത് സ്വല്പം നീരാവി കളയും. ഞങ്ങൾക്ക് അത്ര വെന്ത് കുഴയണത് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ അരിഞ്ഞിടുന്നതും ഇഷ്ടമല്ല. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ നമുക്കൊരു ചീനിച്ചട്ടി അടപ്പത്ത് വെച്ച് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ചതച്ചത് 2-3 അല്ലി ഇട്ട് കൊടുക്കാം. സവാള അരിഞ്ഞതാട്ടോ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ അതാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഉള്ളിയും മുളകും, ചെറിയ ഉള്ളിയും വറ്റൽമുളകും കൂടെ ചതച്ചിട്ട് ഒലത്തുന്നതായിരിക്കും കൂടുതൽ രുചി. അപ്പോൾ അതിൻ്റെ കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിലാട്ടോ ഞാൻ ഉലർത്തിയെടുക്കുന്നത്. അത് നമുക്ക് ഹെൽത്തിയാണ്. കാണാൻ അത്ര ഭംഗിയില്ലെങ്കിലും സ്വാദിഷ്ടമാണ് അതിൽ പാചകം ചെയ്ത് കഴിച്ചാൽ. നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ പാചകം ചെയ്ത് കഴിക്കണേക്കാളും രുചിയാണ് ഇങ്ങനത്തെ പാത്രത്തിൽ പാചകം ചെയ്ത് കഴിച്ചാൽ. നിങ്ങളൊരു മുട്ട നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലും പൊരിച്ച് നോക്ക്, ഇതുപോലത്തെ ഇരുമ്പ് ചീനിച്ചട്ടിയിലും പൊരിച്ച് നോക്ക്. ഏതിനാണ് രുചിയുള്ളതെന്ന് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചക്കയ്ക്കകത്തിട്ട് വേവിച്ചതാണ്, അതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാവുള്ളൂ, ഒരു കളറിന് വേണ്ടി മാത്രം. മുളക് പൊടി, ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇഷ്ടമല്ലാത്തവർ അത് ഒഴിവാക്കാം കേട്ടോ. ചിലവർക്ക് തേങ്ങയും പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും എല്ലാം കൂടെ ഒതുക്കിയിട്ടിട്ട് ഉലർത്തണമായിരിക്കും ഇഷ്ടം. അതിന് പുഴുക്കെന്ന് പറയും. ഇത് ഉലർത്തി എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തേങ്ങ നന്നായിട്ട് ഇട്ട് കൊടുക്കാം. തേങ്ങയും വെളിച്ചെണ്ണയും ഉള്ള അനുസരിച്ചാണ് അതിൻ്റെ രുചി കൂടുതൽ വരുന്നത് കേട്ടോ. ഒത്തിരി വെളിച്ചെണ്ണ ഒഴിക്കേണ്ട, എന്നാലും ഇച്ചിരി കൂടുതലായിട്ട് നിൽക്കണം, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് മുന്തി നിൽക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ തേങ്ങ ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷമാണ് ഞാൻ തീ ഓഫ് ചെയ്തായിരുന്നു കേട്ടോ. നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് അല്ലെങ്കിൽ സിമ്മിലിട്ടിട്ടോ വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഞാൻ തീപ്പെട്ടി ഉപയോഗിക്കാറുണ്ട്. എനിക്കിഷ്ടമാണ് തീപ്പെട്ടി ഉപയോഗിക്കുന്നത്. തീപ്പെട്ടി കൊള്ളി വെച്ച് ആണിപ്പോൾ ഞാൻ കത്തിച്ചത്. അപ്പോൾ വഴണ്ട് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 5 ലിറ്ററിൻ്റെ കുക്കർ നിറച്ചും ചക്ക വേവിച്ച് വെച്ചു. അതിൻ്റെ കുറച്ച് മാത്രം ഞാൻ എടുത്തിട്ടുള്ളൂ. കുറേശ്ശെ എടുത്ത് ഉണ്ടാക്കിയാലാണ് രുചി ഉണ്ടാവുള്ളൂ. അപ്പോൾ ബാക്കി ഞാൻ അവിടെ വേവിച്ചത് ഇനി ചൂടാറുമ്പോൾ ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കും. ഇനി നാളെയാണ് അത് ഉപയോഗിക്കുള്ളൂ. അപ്പം നമുക്ക് നന്നായിട്ട് വഴണ്ടി വന്ന തേങ്ങയും മറ്റ് മസാലകളിലേക്കും ചക്ക ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുഴയണ ഇഷ്ടമുള്ളവർ നന്നായിട്ട് വേവിച്ചിട്ട് ഉടച്ച് ഉപയോഗിക്കാം കേട്ടോ. ഞങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. ഓരോ സ്ഥലത്ത് ഓരോ പേരാണ് പറയണത്. ചിലവർ ചക്കപ്പുഴുക്കെന്ന് പറയും നല്ല കുഴഞ്ഞതിന്, ചിലവർ ചക്ക കണ്ടീന്ന് പറയും. കോട്ടയം ഭാഗത്തൊക്കെ അങ്ങനെയാണ് പറയണേന്ന് തോന്നുന്നു. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഷുഗറുള്ളവർക്കൊക്കെ പച്ചച്ചക്ക ഇതുപോലെ വേവിച്ച് കഴിച്ചാൽ വളരെ നല്ലതാണ് കേട്ടോ. ചക്കപ്പഴം അത്ര നല്ലതല്ല, പച്ചച്ചക്ക വേവിച്ചത് നല്ലതാണ്. എനിക്കിങ്ങനെ ചക്ക ഉലർത്തിയതിനേക്കാളും ഇഷ്ടം ചെറിയ പുളിയുള്ള ചക്ക വെട്ടി തിന്നണതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ ഒഴിച്ചത് ഉപ്പാണ് കേട്ടോ ഒഴിച്ചത്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് ഉപ്പ് നീരാണ് ഒഴിച്ചത്. കല്ലുപ്പ് കലക്കി വെച്ചത് ഒഴിച്ചെടുത്തത്. എനിക്ക് ഉപ്പ് പൊടിയിടുന്നത് ഇഷ്ടമല്ല. അതിനകത്ത് മണൽ പോലെ നമുക്ക് തരിതരിയായിട്ട് കടിക്കും. അതൊരു അരുചിയായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പം നമുക്കത് വിളമ്പി ഉപയോഗിക്കാം കേട്ടോ. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.
നിങ്ങൾ ഇന്ന് വരെ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടുകൾക്കും ഒരുപാട് നന്ദി. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ.